അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് എന്താണ് സീക്വൻസ് ഓഫ് ഫങ്ഷൻസിന്റെ പോയിന്റ് വൈസ് കൺവേർജൻസ് എന്താന്ന് നമ്മൾ പഠിച്ചു. എന്താണ് യൂണിഫോം കൺവേർജൻസ് എന്ന് പഠിച്ചു. പിന്നെ യൂണിഫോം കൺവേർജൻസിന്റെ ക്രൈറ്റീരിയ, യൂണിഫോം നോം വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ യൂണിഫോംലി കൺവേർജന്റ് ആണോ അല്ലയോ എന്ന് പറയുന്നത് വരെ നമ്മൾ ഇനി പഠിച്ചു. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ കൺവേർജന്റ് എന്ന് പറയുന്ന ലിമിറ്റ് ഉണ്ടല്ലോ, പോയിന്റ് വൈസ് കൺവേർജന്റ് ആവുന്ന ലിമിറ്റും അതും ആ ലിമിറ്റിന്റെ കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, ഇന്റഗ്രബിലിറ്റി ഇത് കുറിച്ചിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സെക്ഷനാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കി നോക്കാം. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എക്സാമ്പിൾ, കൺസിഡർ എ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ്, സീക്വൻസ് fn where fn of x equal to x raised to n and x element of closed interval 0, 1. ഇനി n എന്ന് പറയുന്നത് 1, 2, 3 എക്സെട്ര. നമുക്കറിയാം when x is equal to 0, limit fn of x equal to 0 എന്നറിയാം. when x equal to 1, limit fn of x എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി when 0 less than x less than 1, നമ്മളുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ലിമിറ്റിനെ എഫ് എന്ന് വിളിക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എഫ് എൻ ഓഫ് എക്സ് ആണെങ്കിൽ നമുക്ക് കിട്ടും ഈക്വൽ ടു 0 ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1, 1 ഇഫ് എക്സ് ഈക്വൽ ടു 1. അപ്പോ നമ്മളുടെ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ നമ്മളിവിടെ നോക്കുമ്പോൾ 1 എന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണല്ലോ, കാരണം നമുക്ക് കൈയെടുക്കാണ്ട് വരയ്ക്കാൻ പറ്റില്ല. ഈ ഗ്രാഫിന്റെ ഇതിന്റെ ഗ്രാഫ് വരിക ഇങ്ങനെയാണ്, 0, 1, 0 തൊട്ട് 1 വരെ ഇങ്ങനെ പോകുന്നു. ഈ പോയിന്റ് ഇല്ല, പിന്നെ 1 ൽ 1, 1 ൽ 1. അപ്പോ ഈ ഗ്രാഫ് നമുക്ക് കൈയെടുക്കാണ്ട് വരയ്ക്കാൻ പറ്റില്ല. അപ്പോ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. എവിടെയാണ് കണ്ടിന്യൂസ് അല്ലാത്തത്? 1 എക്സ് ഈക്വൽ ടു 1 എന്ന പോയിന്റിൽ നമ്മളുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അപ്പോ നമ്മളിപ്പോ പറഞ്ഞു നമ്മളുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി നമുക്ക് ഇത് യൂണിഫോം കൺവേർജന്റ് ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ എടുക്കുകയാണ് ലെറ്റ് nk equal to k and xk equal to 1/2 raised to 1/k. ഇനി ബൈ ഡെഫിനിഷൻ 1/2 raised to 1/k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ xk യുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെന്ന് നമുക്ക് പറയാം. ഓൾസോ ക്ലിയർലി xk is less than 1. ഇനി നമ്മൾ കാണുകയാണ് മോഡുലസ് ഓഫ് fnk of xk മൈനസ് എഫ് ഓഫ് xk കാണുകയാണ്. അപ്പോ fnk of xk നമ്മളുടെ ഡെഫിനേഷൻ എടുക്കുന്നത് fn of x ഈക്വൽ ടു എക്സ് റേസ് ടു n, അതായത് ബ്രാക്കറ്റിന്റെ ഉള്ളിലെ എക്സ് ആണെങ്കിൽ നമ്മളിവിടെ എക്സ് എന്ന് എഴുതും, പിന്നെ എഫ് സഫിക്സ് n ആണെങ്കിൽ നമ്മൾ മുകളിൽ n എഴുതും. അപ്പൊ അതേപോലെ എഫ് എൻ കെ ഓഫ് എക്സ് കെ എന്ന് പറയുമ്പോൾ എക്സ് കെ റേസ് ടു എൻ കെ മൈനസ് എഫ് ഓഫ് എക്സ് കെ. നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്
f of x equal to 0 if 0 less than or equal to x less than 1, 1 if x equal to 1. അപ്പോ ഈ ഡെഫിനിഷൻ പ്രകാരം എക്സ് കെ എന്ന് പറയുന്നത് വണ്ണിനെക്കാട്ടി താഴെയുള്ള ഒരു വാല്യൂ ആണ്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് കെ എന്ന് പറയുന്നത് 0 ആയിട്ട് വരും. ഇനി നമുക്കറിയാം എക്സ് കെ ഒരു പോസിറ്റീവ് നമ്പർ ആണ്, എൻ കെ ഒരു പോസിറ്റീവ് നമ്പർ ആണ്. അപ്പൊ അതിന്റെ പവർ എടുത്താലും പോസിറ്റീവ് നമ്പർ ആണ്. അപ്പൊ നമുക്ക് ഈ മോഡുലസ് ഇല്ലാണ്ട് എഴുതാം. അപ്പോ എക്സ് കെ റേസ് ടു എൻ കെ. ഇനി നമുക്ക് എക്സ് കെ എന്താണെന്ന് അറിയാം, എൻ കെ എന്താണെന്ന് അറിയാം. അപ്പൊ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോ 1/2 റേസ് ടു 1/k whole power k. This is equal to 1/2 raised to 1/k into k equal to 1/2. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് എക്സ് റേസ് ടു എം ഹോൾ പവർ എൻ ഈക്വൽ ടു എക്സ് പവർ എം ഇൻറ്റു എൻ. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് മോഡുലസ് ഓഫ് എഫ് എൻ കെ ഓഫ് എക്സ് കെ മൈനസ് എഫ് ഓഫ് എക്സ് കെ എന്ന് പറയുന്നത് ഈക്വൽ ടു 1/2 ആണ് നമുക്ക് കണ്ടുവച്ചുള്ളത്. അപ്പോ ഇനി നമ്മൾ എടുക്കുകയാണ് let epsilon naught equal to 1/2. അപ്പോ corresponding to this epsilon naught we can find a subsequence fnk of sequence fn and a sequence xk in closed interval 0, 1 such that modulus of fnk of xk minus f of xk is greater than or equal to 1/2 for all k element of n. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയേ? നമുക്ക് കാണിക്കേണ്ടത് യൂണിഫോം കൺവേർജന്റ് ആണെങ്കിൽ ഒരു എപ്സിലോൺ വിച്ച് ഡിപ്പെൻസ് ഒൺലി ഓൺ, അപ്പോൾ ഓരോ എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടണം. ദാറ്റ് ഡിപ്പെൻസ് ഒൺലി ഓൺ ദാറ്റ് എപ്സിലോൺ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആ നാച്ചുറൽ നമ്പർ. അങ്ങനെയല്ല നമ്മൾ പറയാറ് യൂണിഫോം കൺവേർജൻസിന്റെ. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? നമ്മൾ എപ്സിലോൺ ഈക്വൽ ടു 1/2 എന്ന് എടുത്തപ്പോ നമുക്ക് കിട്ടി ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്താലും മോഡുലസ് ഓഫ് എഫ് എൻ കെ ഓഫ് എക്സ് കെ മൈനസ് എഫ് ഓഫ് എക്സ് കെ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2. അപ്പൊ therefore നമ്മളുടെ ഫംഗ്ഷൻ, നമ്മുടെ sequence of functions, sequence fn does not converge uniformly to f on closed interval 0, 1. ഇനി നമ്മൾ ഒന്നുകൂടി ഇതൊന്നുകൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം എഫ് എൻ ഈക്വൽ ടു എക്സ് റേസ് ടു എൻ. അപ്പൊ എഫ് എൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇനി എഫ് എന്ന് പറയുന്നത് ഒരു ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പോ നമുക്ക് അവസാനം കിട്ടിയത് എന്താ? എഫ് എൻ കൺവേർജ് ചെയ്യുന്നെന്ന്, യൂണിഫോംലി കൺവേർജ് ചെയ്യണം എന്നില്ല. ഇനി ഈ റിസൾട്ട് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു തിയറം ഉണ്ട്. തിയറം പറയണത് let sequence fn be a sequence of continuous function on a set
on a set A subset of R, and suppose sequence Fn converges uniformly to a function f from A to R, then f is continuous on A. അപ്പൊ തിയറം പറയുന്നത് നമ്മളുടെ നമ്മളുടെ കയ്യിൽ ഒരു സീക്വൻസ് എഫ് എൻ ഉണ്ട് ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓൺ ക്യാപിറ്റൽ എ സബ്സെറ്റ് ഓഫ് ആർ. ഇനി നമ്മളുടെ സീക്വൻസ് എഫ് എൻ യൂണിഫോംലി കൺവേർജ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. യൂണിഫോംലി കൺവേർജസ് ടു എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനേക്ക് യൂണിഫോം ആയിട്ട് കൺവേർജ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എഫ് എന്നുള്ളത് എയില് കണ്ടിന്യൂസ് ആയിരിക്കും. നമ്മൾ പ്രൂഫ് ചെയ്ത് തുടങ്ങാണ്. ചൂസ് എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് സീക്വൻസ് എഫ് എൻ കൺവേർജസ് യൂണിഫോംലി ടു എഫ്. അങ്ങനെയാണെങ്കിൽ ബൈ ഡെഫിനിഷൻ corresponding to this epsilon greater than 0, there exists a natural number k of epsilon such that modulus of fn of x minus f of x less than epsilon for all x element of A and for all n greater than or equal to k of epsilon. നമ്മൾ ഡെഫിനിഷൻ മാത്രമാണ് ഇപ്പൊ പറഞ്ഞത്. ഇവിടെ നമ്മൾ എപ്സിലോൺ എന്നല്ല എടുക്കണ, അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി എപ്സിലോൺ ബൈ 3 എന്നാക്കുന്നു. ഡെഫിനേഷൻ പ്രകാരം ലെസ് ദാൻ എപ്സിലോൺ ആണ്. നമ്മളിവിടെ ഇത് പ്രൂവ് ചെയ്യാനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി നമ്മൾ അത് എപ്സിലോൺ ബൈ 3 ആക്കുന്നു. ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടത്? എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ എ എന്നാണ് കാണിക്കേണ്ടത്. നമ്മളിനി ഒരു പോയിന്റ് എടുക്കുകയാണ്. ലെറ്റ് C be an arbitrary point. On capital A. നമുക്ക് തന്നിട്ടുണ്ട് സീക്വൻസ് എഫ് എൻ is a sequence of continuous functions on capital A. Is a sequence of continuous function on capital A. അപ്പോ എയില് മൊത്തത്തിൽ നമ്മളുടെ ഫങ്ഷൻസ് കണ്ടിന്യൂസ് ആണ്. അപ്പോ ഏതൊരു പോയിന്റ് ആയ സിയിലും അത് കണ്ടിന്യൂസ് ആയിരിക്കും. This implies Fn is continuous at a C element of A n equal to 1, 2, etc. അപ്പൊ നമുക്ക് വേണമെങ്കിൽ in particular Fk is continuous at C element of A എന്ന് പറയാം നമുക്ക്. Fk is continuous at a C element of A. അപ്പൊ by definition
by definition corresponding to epsilon corresponding to the chosen epsilon greater than 0, there exists delta greater than 0 such that modulus of fk of x minus fk of c less than epsilon by 3 whenever mod x minus c less than delta. ഇവിടെ നമ്മൾ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിനെ നമ്മൾ ഇക്വേഷൻ 2 എന്ന് വിളിക്കുകയാണ്, ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഫ്രം 1 and 2 നമുക്ക് പറയാം മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി, ഇത് നമ്മൾ കാണാൻ പോവാണ്. ദിസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് എക്സ് പ്ലസ് എഫ് കെ ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് സി പ്ലസ് എഫ് കെ ഓഫ് സി മൈനസ് എഫ് ഓഫ് സി. നമ്മൾ എഫ് കെ ഓഫ് എക്സ് ആഡും ചെയ്തു സബ്ട്രാക്ട് ചെയ്തു, അതേപോലെ എഫ് കെ ഓഫ് സി ആഡും ചെയ്യണു സബ്ട്രാക്ട് ചെയ്യണു. ഇനി ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ഉപയോഗിക്കുക. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് കെ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് എഫ് കെ ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് സി പ്ലസ് modulus of fk of c minus f of c. ഇനി മോഡുലസ് ഓഫ് എഫ് കെ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്, ഇത് നമ്മളുടെ ഇക്വേഷൻ 1 പ്രകാരം ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ആണ്. ദിസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 3. ഇതേപോലെ തന്നെ നമ്മൾ തേർഡ് ടേമും ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ആണ്. ഇനി നടുക്കീത്തെ ടേം എഫ് കെ ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് സി, അത് നമ്മളുടെ ഇക്വേഷൻ 2 പ്രകാരം ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ആണ്. അപ്പോ whenever mod x minus c less than delta and for all n greater than or equal to നമ്മൾ നേരത്തെ n എന്ന് എഴുതി, ഇവിടെ k greater than or equal to k of epsilon. അപ്പൊ നമുക്ക് കിട്ടി therefore mod f of x minus f of c ലെസ് ദാൻ എപ്സിലോൺ, ഇത് കൂട്ടുമ്പോൾ നമുക്ക് എപ്സിലോൺ എന്ന് കിട്ടും, ലെസ് ദാൻ എപ്സിലോൺ whenever, നമുക്ക് ഇത് മാത്രം മതി, whenever mod x minus c ലെസ് ദാൻ ഡെൽറ്റ. അപ്പോൾ ഏതൊരു എപ്സിലോൺ എടുത്താലും നമുക്കൊരു ഡെൽറ്റ കിട്ടി, സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഇസ് ലെസ് ദാൻ എപ്സിലോൺ whenever mod x minus c is less than delta. This implies f is continuous at c element of a. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന പോയിന്റ് ആർബിട്രറി ആയതുകൊണ്ട് സിൻസ് c element of a is arbitrary, നമുക്ക് പറയാം f is continuous on a. Hence the proof. അപ്പോൾ ഈ തിയറം പറയുന്നത് നമ്മളുടെ കയ്യിൽ ഒരു സീക്വൻസ് ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഉണ്ട്, അത് ആ ഫങ്ഷൻസ് യൂണിഫോംലി കൺവേർജ് ചെയ്യുന്നു ഒരു ഫങ്ഷൻ എഫിലേക്ക്. അങ്ങനെയാണെങ്കിൽ ആ യൂണിഫോംലി കൺവേർജ് ചെയ്യുന്ന ഫങ്ഷൻ എ എന്ന സെറ്റിൽ
കണ്ടിന്യൂസ് ആണ് എന്നാണ് നമ്മൾ തിയറം പറയുന്നത്. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തത് നമ്മളുടെ കയ്യിൽ ഒരു സീക്വൻസ് ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഉണ്ട്. ഇത് യൂണിഫോംലി കൺവേർജ് ചെയ്യുന്നു ഒരു എഫ് എന്ന ഫംഗ്ഷനിക്ക്. അങ്ങനെയാണെങ്കിൽ എഫ് കണ്ടിന്യൂസ് ആണ്. ഇതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തത്. ഇനി നമുക്ക് ഒരു സീക്വൻസ് ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഉണ്ട് എഫ് എൻ. ഇത് പോയിന്റ് വൈസ് കൺവേർജ് ചെയ്യുന്ന ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലായ്പ്പോഴും സീക്വൻസ് എഫ് എൻ യൂണിഫോംലി കൺവേർജന്റ് ടു എഫ് എന്ന് പറയാൻ പറ്റില്ല. നമുക്കുള്ള തിയറം, നമുക്കൊരു സീക്വൻസ് ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഉണ്ട് എഫ് എൻ. അത് യൂണിഫോംലി കൺവേർജ് ചെയ്യുന്നു ഒരു എഫ് എന്ന ഫംഗ്ഷനിലേക്ക്. അങ്ങനെയാണെങ്കിൽ എഫ് കണ്ടിന്യൂസ് ആണ്. ഇതാണ് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത തിയറം. ഇനി നമ്മളുടെ കയ്യിൽ ഒരു സീക്വൻസ് ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഉണ്ട് എഫ് എൻ. ഈ എഫ് എൻ പോയിന്റ് വൈസ് കൺവേർജ് ചെയ്യുന്നു എഫ് എന്ന ഫംഗ്ഷനിലേക്ക്. എഫ് കണ്ടിന്യൂസ് ആണ്. പക്ഷേ നമുക്ക് എല്ലായ്പ്പോഴും എഫ് എൻ യൂണിഫോംലി കൺവേർജ് ടു എഫ് എന്ന് പറയാൻ പറ്റില്ല. ഇതിന്റെ കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറയുന്നത് എഫ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു എൻ എക്സ് ബൈ 1 പ്ലസ് എൻ സ്ക്വയർ എക്സ് സ്ക്വയർ. ഇത് എഫ് എൻ ഓഫ് എക്സ് കൺവേർജ് ചെയ്യുന്നത് 0 എന്ന ഫംഗ്ഷനിലേക്കാണ് നമ്മൾ കാണിച്ചു. 0യിൽ കണ്ടിന്യൂസ് ആണ്. പക്ഷെ ഇത് 0, 1ൽ യൂണിഫോം കണ്ടിന്യൂസ് അല്ല എന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട്. എഫ് എൻ എക്സ് ഇസ് കണ്ടിന്യൂസ് ഓൺ 0, 1. പിന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇസ് കണ്ടിന്യൂസ് ഓൺ 0, 1. പക്ഷെ ബട്ട് എഫ് എൻ ഓഫ് എക്സ് നോട്ട് യൂണിഫോംലി കൺവേർജ് ടു എഫ് ഓൺ 0, 1. ഇത് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു കൗണ്ടർ എക്സാമ്പിൾ ആണ്. വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം.